ഹലോ, ഇന്ന് കോഴിക്കോട് ബീച്ചിൽ വെച്ചിട്ട് ബ്ലൂ ബേണിൻ്റെ ഒരു മാരത്തോൺ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ 5Kയിലാണ് ഓടുന്നത് കേട്ടോ. 4:40 ഇപ്പോൾ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങി. നല്ല ഇരുട്ടുണ്ടായിരുന്നു. അവിടെ അങ്ങ് ആരെയും കാണുന്നുമില്ല. പിന്നെ കുറച്ച് ദൂരം ചെന്നപ്പോഴത്തേക്ക് റോഡിലെത്തിയപ്പോൾ തന്നെ ഗീതു എന്നെ വെയിറ്റ് ചെയ്തിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. ഇനി വരാനുള്ളത് ശ്രീക്കുട്ടി, ശാലുവാണ്. അനുപേട്ടനാണെങ്കിൽ വണ്ടിയെടുത്ത് കോഴിക്കോട് ബീച്ചിലോട്ട് പോയിട്ടുണ്ട്. കുറച്ച് നേരം കഴിഞ്ഞപ്പം ശാലു, ശ്രീക്കുട്ടി എത്തി. ഇനി ഞങ്ങൾ ശാലുവിൻ്റെ കാറിൽ നേരെ കോഴിക്കോട് ബീച്ചിലോട്ട്, അവിടെ ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകും കേട്ടോ. ഞങ്ങൾ കുറച്ച് ലേറ്റായി പോയിട്ടുണ്ട്. ഏതായാലും ഞങ്ങൾ അവിടെ ബീച്ചിലെത്തി. അവിടെ എത്തിക്കഴിഞ്ഞ് പിന്നെ നേരെ ചിലപ്പോൾ അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 20K എടുത്ത് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. കുറേ ആളുണ്ടായിരുന്നവർ. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ 10K ഉള്ളതും സ്റ്റാർട്ട് ചെയ്തു. 10Kയിലാണ് അനൂപേട്ടനുണ്ടായിരുന്നത്. അത് കഴിഞ്ഞാണ് ഞങ്ങളുടെ 5K ടീമിൻ്റെ വരുന്നത്. അങ്ങനെ ഞങ്ങളെ അവിടെ വിളിച്ചു. 5K ടീമും റെഡി ആയിരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാവരും റെഡിയായിട്ട് ഓടാൻ റെഡിയായിട്ട് പോവാണ്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. കുറച്ച് നേരമൊക്കെ ഞങ്ങൾ ഓടും. എന്നുവെച്ചാൽ കുഴഞ്ഞു പോകില്ലേ, അത് സ്വാഭാവികം. ശാലും ഞാനും കൂടെ ഓടിയിട്ട് കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നല്ല ക്ഷീണിച്ചു. പിന്നെ എന്ത് ഹെൽപ്പിന് വേണമെങ്കിൽ വോളണ്ടിയേഴ്സ് അവിടെ എല്ലാ സൈഡിലും ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം നടക്കും. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ നടന്ന് ക്ഷീണം മാറുമ്പോൾ വീണ്ടും ഓടും. ഓടിയ ക്ഷീണം മാറാൻ വേണ്ടിയിട്ട് വീണ്ടും ഞങ്ങൾ നടക്കും. അങ്ങനെ ഓടിയും നടന്നുമൊക്കെ ഞങ്ങൾ ഒരുവിധം പകുതി വരെങ്കിൽ എത്തിപ്പെട്ടു കേട്ടോ. പിന്നെ നോക്കിയപ്പോൾ പകുതി ആയപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് ശ്രീക്കുട്ടി എവിടെയോ എത്തിപ്പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഏതായാലും കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോഴത്തേക്കാണ് നല്ല മഴ പെയ്യാൻ തുടങ്ങി. പക്ഷേ മഴയെ തോടുന്നത് നമ്മുടെ കുറച്ച് ക്ഷീണമൊക്കെ മാറിയിട്ടോ. മഴ പെയ്തപ്പോൾ തന്നെ നല്ല അടിപൊളിയായിരുന്നു. അവിടുന്ന് കുറേ ദൂരം ഓടി അവിടുന്ന് ഒരു കുട്ടീനെ കൂടെ പരിചയപ്പെട്ടു. അതിനെ ഞങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടിയിട്ടാണ് ഞങ്ങൾ ചെന്നത്. അങ്ങനെ ഞങ്ങൾ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ഈ മെഡൽ അങ്ങോട്ട് കൈ കിട്ടുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റൂല. അവിടെ ശ്രീക്കുട്ടി, അനുപേട്ടനും ഗീതുവും ഒക്കെ ആയിട്ട് എല്ലാവരും നിൽപ്പുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം നിന്നും അവിടെ പ്രൈസൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. Let's give a big round of applause to Mr. Abdul Hamid. He is in Kerala Police. So let's give them a big round of applause. Congratulations, sir. അങ്ങനെ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വണ്ടി എടുത്ത് വിട്ടു. അപ്പോൾ എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നല്ല അടിപൊളി ഒരു കോഫിയും മസാല ദോശയൊക്കെ കഴിച്ചു. നല്ല ഫുഡായിരുന്നു കേട്ടോ അവിടുത്തെ. എല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് അവിടുന്ന് നേരെ ഞങ്ങൾ ഇറങ്ങി. അങ്ങനെ ഞാൻ വീട്ടിലെത്തിയിരിക്കുകയാണ് കേട്ടോ. നല്ലൊരു ദിവസമായിരുന്നു ഇത്. അടിപൊളിയായിരുന്നു. അപ്പോൾ ഓക്കെ, ബൈ.